ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് പപ്പായ വെച്ചിട്ട് അല്ലെങ്കിൽ കർമൂസ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പപ്പായയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ തൊലിയും കുരുവും ഒക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പപ്പായ ഞാനിവിടെ ഒരു 4 ഭാഗങ്ങളാക്കി എടുത്ത് അതിനെ ഇതുപോലെ കട്ടിയില്ലാത്ത രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതേ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. അത്യാവശ്യം ഒരു നീളം വേണേനും അധികം കട്ടി ഉണ്ടാവാനും പാടില്ല. അപ്പോൾ അത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ചധികം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് പൊടികളൊക്കെ നമ്മുടെ ഈ ഒരു പപ്പായയിലേക്ക് പിടിക്കാത്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാൻ മറന്നതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം നമുക്കിതിനെ അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മസാലകളൊക്കെ പപ്പായയിലേക്ക് നല്ല പോലെ തന്നെ പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു തിരക്കിൽ പെട്ടതുകൊണ്ട് ഒരു 10 മിനിറ്റിന് ശേഷമാണ് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനിതാ നല്ല പോലെ നമ്മുടെ പപ്പായൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി, അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വെറും 5 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ വെള്ളം ഇറങ്ങിയിട്ട് വരും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് അത്ര തന്നെ ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടൂല കേട്ടോ. ഇനി തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ പപ്പായ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇട്ട ഉടനെ തന്നെ ഇളക്കി എടുക്കരുത് കേട്ടോ. ഇനി ഇതിനെ ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ അടുത്തതും ഇതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മസാലയൊക്കെ തേച്ചിട്ട് നമ്മൾ ഒരുപാട് സമയം വെച്ച് കൊടുക്കരുത്. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ പപ്പായ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ബാക്കി അല്ലാതെ ഞാൻ ഇതുപോലെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മളിത് പപ്പായ വെച്ചിട്ടാണ് ചെയ്തെടുത്തത് എന്നുള്ളത് മനസ്സിലാവില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. പപ്പായയുടെ ആ ഒരു ടേസ്റ്റ് ഇതിന് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ചായയുടെ കൂടെയും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന സമയത്താണ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ടൈം മസാല തേച്ച് വെച്ചതുകൊണ്ട് തന്നെ അത്ര തന്നെ അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അധികം ടൈം അങ്ങനെ വെച്ച് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ ഒരു പപ്പായ ഫ്രൈയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിലൂടെ കാണാം.